വെൽക്കം ബാക്ക് ടു ലിബിസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കുമാണ്. ക്രിസ്മസ് ഒക്കെ ആണല്ലോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പഴമാണ് പാളയംകുടം പഴം. വളരെ ടേസ്റ്റിയാണ്. പഴുത്ത് കഴിഞ്ഞാലൊക്കെ അത് അസാധ്യം മധുരമാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചുള്ളൊരു കേക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പാളയംതോടൻ പഴമാണ്. അപ്പം ഒരുപാട് വലുതാണെങ്കിൽ ഒരു 4 പാളയംതോടൻ പഴത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 എണ്ണം വരെ നമുക്കെടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല പഴുത്ത പഴമാണ്. ഇതിന് കുറച്ചും കൂടെ ഒരു മണവും ഫ്ലേവറും ഒക്കെ കൂടുതൽ കിട്ടുന്നത് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം ഒന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. മൈദ 1.5 കപ്പ് മൈദയാണ് നമ്മൾ ഈ കേക്കിന് വേണ്ടി എടുക്കുന്നത്. നമുക്ക് ഗോതമ്പൊടി വേണേലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഈ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ആദ്യം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. 6 ചെറിയ പാളയംതോടപ്പഴമാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരച്ചെടുക്കണം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള മെൽറ്റഡ് ബട്ടർ. ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മൈദ കൂട്ടിലോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ടൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ ചെറുതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു മറ്റ് കേക്കുകളുടെ കൂട്ട് നമ്മൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. പഴത്തിൻ്റെ കൂട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/2 കപ്പ് പാലും ചേർക്കുക. പാല് നമ്മൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ബട്ടർ മിൽക്ക് ആക്കിയിട്ടും നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് വിനാഗിരി ആഡ് ചെയ്യുന്നത്. പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1/2 കപ്പ് വാം വാട്ടർ, അതായത് ചെറു ചൂടുവെള്ളം നമ്മൾ ഈ കേക്ക് ബാറ്ററിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, അല്ലാതെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ഒന്നും ഒരാവശ്യവുമില്ല. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്കിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം ഒന്ന് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചോക്ലേറ്റിൻ്റെ ചിപ്സ്, ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിലും നല്ല ഫ്ലേവറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഞാനിതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനൊരു ദോശക്കല്ലിൽ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാന് 10 മിനിറ്റ് മുമ്പ് ചൂടാക്കി വെച്ചേക്കുകയാണ്. അതിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ബട്ടറൊക്കെ തടവി റെഡിയാക്കി വെച്ചേക്കുകയാണ്. നമുക്കിനി കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോവാൻ. അതിനുശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ചെറു തീയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഈ ചെറു ചൂടിലിരുന്ന ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡിയാകും. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടോ, ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മുടെ കേക്ക് വെന്തെന്നാണ്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിതേപോലെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമുക്കിതിൻ്റെ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് മാറ്റി നോക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് തിരിച്ചിടാം. നമുക്കപ്പം ഉണ്ടല്ലോ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ കളറും അസാധ്യമാണ്. പാളയംതോടൻ പഴത്തിൻ്റെ ഭയങ്കര ഒരു ഫ്ലേവറാണ് ഈ കേക്കിന്. നമുക്കിനി ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു ചെറു ചൂടോടാണ്. ഇവിടെ ആ സമയത്ത് ഭയങ്കര മഴക്കാറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പേ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. കണ്ടല്ലോ, നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ അടിപൊളിയാണ്. നമ്മുടെ ആ ചോക്ലേറ്റ് ചിപ്സൊക്കെ കണ്ടല്ലേ, നല്ല മെൽട്ടായിരിപ്പുണ്ട്. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇത് നോർമൽ രീതിയിലാകും. പിന്നെ അതേപോലെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാതെയും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇത് ഞാൻ കംപ്ലീറ്റ് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ വീണ്ടും അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.